ഹായ് ഫ്രണ്ട്സ്, 2024 LDC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സൊറിയക് PSC അക്കാഡമി പുതിയൊരു ഓൺലൈൻ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. ഡിസംബർ 15-നാണ് ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിൽ, ഈ ഒരു കോഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വിവരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ധാരാളം പുതുമകളായിട്ടാണ് സൊറിയക് PSC അക്കാഡമി ഇത്തവണ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ പ്ലാൻ എന്താണെന്ന് വിവരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. നമുക്ക് എന്തായാലും സൊറിയക് PSC അക്കാഡമി എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ അല്ലെ? അപ്പൊ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു ഡിസംബർ 15-നാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത്. ഡിസംബർ 15-ന് ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. നമുക്കറിയാം LDCയുടെ നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഇനി വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. അപ്പം കോമ്പറ്റീഷൻ നല്ല ടൈറ്റ് ആണ് അല്ലെ? ഓക്കെ, എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എല്ലാ ദിവസവും പഠിക്കേണ്ടതുണ്ട്, എല്ലാ ദിവസവും എല്ലാ സമയവും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. ഞായർ നിങ്ങൾ പഠിക്കാതിരിക്കുകയല്ല ചെയ്യുന്നത്, ഞായറാഴ്ചയും നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ തിങ്കൾ മുതൽ ശനി വരെ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാകും. ഓക്കെ, ഈ ക്ലാസ്സുകളുടെ, അതായത് ഈ ക്ലാസ്സുകളുടെയും ക്ലാസ് നോട്ടിന്റെയും റിവിഷൻ എക്സാം ആയിരിക്കും എന്നുണ്ടാകുന്നത് സൺഡേ ഉണ്ടാകുന്നത്. സൺഡേ, എല്ലാ സൺഡേയും. ഓക്കെ, ആ വീക്കെൻഡിൽ എല്ലാ സൺഡേയും റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും. സൺഡേ ആ എക്സാം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം തന്നെയാണ്. അത് അതുപോലെ പ്രാധാന്യം കൊടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ക്ലാസ്സുകൾ മൺഡേ ടു സാറ്റർഡേ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സുകളുടെയും നോട്ടുകളുടെയും എക്സാം വരുന്നത് സൺഡേ റിവിഷൻ എക്സാം ഉണ്ടാകും. ഓക്കെ, ഇനി ഏതായാലും ക്ലാസ് എപ്പോഴായിരിക്കും എന്നൊരു സംശയം ഉണ്ടാകും. ഓക്കെ, ആ ക്ലാസ്സിന്റെ സമയം പല സമയങ്ങളായിട്ടൊന്നുമല്ല നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. കൃത്യമായൊരു സമയം ഉണ്ടാകും. കൃത്യമായത് ഈവനിങ് ടൈമില് 6:30 മുതൽ 8 മണി വരെ ആയിരിക്കും ക്ലാസ് ഉള്ളത്. ഒരു ദിവസം 1.5 മണിക്കൂർ ഫുൾ ക്ലാസ് തന്നെയായിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകും. സോ ക്ലാസ് ടൈം വരുന്നത് ഈവനിങ് 6:30 മുതൽ 8 o'clock വരെയാണ് ക്ലാസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് ഈ ഒരു സമയത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും മറ്റെന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആണെങ്കിലും ഓക്കെ, അവർക്ക് ക്ലാസ്സിൽ പോയിട്ട് വന്ന് ഈ ഒരു നമ്മുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കറിയാം ഒരുപാട് പേര് മറ്റ് പ്രൈവറ്റ് ജോലികൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. അവർക്കും ഈ ഒരു സമയം അനുയോജ്യമായ സമയമായിരിക്കും. അവർക്കും ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ക്ലാസ് വരുന്നത് ഈ പറയുന്ന പോലെ ഈവനിങ് 6:30 to 8 o'clock ആയിരിക്കും ക്ലാസ് വരുന്നത്. ഇനി അത് ലൈവ് ക്ലാസ്സുകളാണ്. എല്ലാ ക്ലാസ്സുകളും തന്നെ ലൈവ് ക്ലാസ്സുകളാണ്. ഇനി ചില ദിവസങ്ങളിൽ ഒരു പക്ഷേ ആ ലൈവിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. എങ്ങനെ? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തിരക്കുകൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. പരമാവധി ലൈവ് ക്ലാസ്സുകൾ തന്നെ നിങ്ങൾ അന്നന്ന് ക്ലാസ്സുകൾ കണ്ടു തീർക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ ആ സമയത്ത് ക്ലാസ് കാണാൻ പറ്റാതെ വന്നാൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളായി വീണ്ടും കാണാൻ സാധിക്കും എന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഒരു ലൈവ് ക്ലാസ് കടന്നുപോയാൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതേ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? അപ്പം ഞാൻ പറഞ്ഞു ഡേറ്റ്, ക്ലാസ് വരുന്ന ഡേറ്റ് ഡിസംബർ 15-ആണ്. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ എങ്ങനെയാണ്? ലൈവ് ക്ലാസ്സും ഉണ്ടാകും, റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ലൈവ് ക്ലാസ് ഉണ്ട്, ഒപ്പം തന്നെ റെക്കോർഡ് ക്ലാസ് ഉണ്ട്. ലൈവ് നഷ്ടപ്പെട്ടാൽ ആ ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏത് ക്ലാസ് ആണോ കഴിയുന്നത്, ഇന്നൊരു ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ 6:30 മുതൽ 8 മണി വരെയുള്ള ഇന്നൊരു ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ ആ വീഡിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസിന്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അത് സൗജന്യമാണ്. ആ PDF, ആ ക്ലാസിന്റെ ഫുൾ ക്ലാസിന്റെ PDF നോട്ട്സ് ആ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്ന, ക്ലാസ് കാണുകയും ഈ PDF നോട്ട്സ് വായിച്ച് പഠിക്കാവുന്നതുമാണ്. ഓക്കെ അല്ലെ? ഇനി മറ്റൊരു കാര്യം സൊറിയക് PSC അക്കാഡമി ആക്കിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടാകും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാകും. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, ഓക്കെ, ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ സംശയങ്ങളും അപ്പം തന്നെ പരിഹരിക്കപ്പെടണോ എന്നില്ല. കാരണം നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ടുകൾ പിന്നീടായിരിക്കും ഒരു പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഡൗട്ടൊക്കെ തോന്നുന്നത്, അല്ലെ? ക്ലാസ് കഴിഞ്ഞിട്ടാകും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് ഉണ്ടാകുന്ന സംശയങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കപ്പെടും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി ഒരു മെന്റർ ഉണ്ടാകും. നിങ്ങൾക്ക് ആ മെന്ററെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മെന്ററെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ആ മെന്ററുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സംശയം എന്താണെങ്കിലും അത് വോയിസ് ആയിട്ടോ അതല്ലെങ്കിൽ റൈറ്റ് ചെയ്തോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതിനുള്ള പരിഹാരം അല്ലെങ്കിൽ അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഏതൊരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണെങ്കിലും ഈ മെന്ററോട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആ മെന്റർ അതിനുള്ള പരിഹാരം
കണ്ടെത്തുന്നതായിരിക്കും. ആ സംശയം നിങ്ങൾക്ക് പരിഹരിച്ച് നൽകുന്നതായിരിക്കും. ഓക്കെ, സോ അത്തരത്തിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്തും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെന്റർ ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി സബ്ജക്ട് വൈസ് അനാലിസിസ് ഉണ്ടാവും. ഓക്കെ, അതായത് നമുക്കറിയാം എല്ലാ ഉദ്യോഗാർത്ഥികളും എല്ലാ സബ്ജക്റ്റിലും ഒരുപോലെ ആയിരിക്കില്ല പെർഫോം ചെയ്യുന്നത്. നമുക്ക് ഈ പരീക്ഷകളിലൂടെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. നമ്മൾ പരീക്ഷ എങ്ങനെയാണ് നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് സെപ്പറേറ്റ് അറിയാൻ സാധിക്കും. അതാണ് നമ്മുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, മാർക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷിന് എത്ര മാർക്ക് കിട്ടി, മലയാളത്തിന് എത്ര മാർക്ക് കിട്ടി, ഹിസ്റ്ററിക്ക് എത്ര മാർക്ക് കിട്ടി, കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര മാർക്ക് കിട്ടി, എത്ര മാർക്ക് തെറ്റിച്ചു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതായത് ഒരു 100 മാർക്കിന്റെ പരീക്ഷ നടത്തുമ്പോൾ അതിൽ ഏതൊക്കെ സബ്ജക്റ്റുകളുണ്ടോ ആ സബ്ജക്റ്റുകളിൽ ഏതൊക്കെ സബ്ജക്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഇത്തരത്തില് ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി, സയൻസ്, ബയോളജി, ഫിസിക്സ് എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് നേടിയ മാർക്കും നഷ്ടപ്പെട്ട മാർക്കും നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇത്തരത്തില് സബ്ജക്ട് വൈസ് അനാലിസിസ് ചെയ്യുകയും ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ളത് എന്ന് കണ്ടെത്തുകയും അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഓക്കെ അല്ലെ, ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് പ്രത്യേകം പഠിപ്പിച്ചു തരികയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ചില കുട്ടികൾക്ക് മാത്സ് എളുപ്പമായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് പാടായിരിക്കും, മലയാളം പാടായിരിക്കും, അല്ലെ, ചിലപ്പോൾ ഹിസ്റ്ററി എളുപ്പമായിരിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ പാടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ പാടായിട്ടുള്ളത്, ടഫ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത്, ആ സബ്ജക്റ്റിന് പ്രത്യേകം നിങ്ങൾക്ക് പഠിക്കാനുള്ള സഹായം നൽകി തരുന്നതായിരിക്കും സോഡിയക് PSC അക്കാഡമി. ഓക്കെ അല്ലെ, സോ ഇത്തരത്തിൽ സബ്ജക്ട് വൈസ് അനാലിസിസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കും ഒപ്പം തന്നെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. കാരണം എനിക്ക് മാർക്ക് നഷ്ടപ്പെട്ടത് ഇന്ന സബ്ജക്റ്റിലാണ് മാർക്ക് നഷ്ടപ്പെട്ടത്, ഇന്ന സബ്ജക്റ്റിൽ എനിക്ക് നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ട്, അവിടെ ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അപ്പം മാർക്ക് ലഭിക്കാത്ത സബ്ജക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഞാൻ പഠിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ അല്ലെ, ഓക്കെ, ഇനി ഇതെല്ലാം എത്തരത്തിലാണ് കണ്ടെത്തുന്നത് ചോദിച്ചാൽ പരീക്ഷകളിലൂടെയാണ്. വിവിധതരം പരീക്ഷകളാണ് ഈ ഒരു ബാച്ചില് നിങ്ങൾക്ക് വേണ്ടി സോഡിയക് PSC അക്കാഡമി തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ അല്ലെ, ഓക്കെ, അതിൽ മോഡൽ എക്സാം ഉണ്ടാകും, 100 മാർക്കിന് മോഡൽ എക്സാം ഉണ്ടാകും. then പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും. കഴിഞ്ഞുപോയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തരുന്നതായിരിക്കും. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. റിവിഷൻ എക്സാം ഉണ്ടാകും, ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലെ. അതായത് ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞാൽ ആ ആഴ്ചത്തെ ക്ലാസിന്റെ റിവിഷൻ എക്സാം ആ വീക്കെൻഡ് തന്നെ ഉണ്ടാകും, റിവിഷൻ എക്സാം ഉണ്ടാകും. ഇനി ടോപ്പിക് വൈസ് എക്സാം ഉണ്ടാകും. നമുക്ക് ഓരോ ടോപ്പിക് തിരിച്ച്, ഓക്കെ, ഇപ്പൊ ഹിസ്റ്ററി, ജോഗ്രഫി അല്ലെ, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷ്, അങ്ങനെ ടോപ്പിക് വൈസ് തിരിച്ച് നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടാകും. ഇനി എക്സാം ബേസ്ഡ് ഓൺ SSCRT ടെക്സ്റ്റ് ബുക്ക് നമുക്കറിയാം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം SSCRT പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ധാരാളം ചോദ്യങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. സോ GK-യുമായി ബന്ധപ്പെട്ട് ഭൂരിഭാഗം ചോദ്യങ്ങളും SSCRT പാഠഭാഗങ്ങളിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക സെക്ഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ എക്സാം ബേസ്ഡ് ഓൺ SSCRT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ SSCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്കുണ്ടാകും. ഓക്കെ, SSCRT പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന പ്രത്യേക ക്ലാസുകൾ നിങ്ങൾക്കുണ്ടാകും. ഓക്കെ അല്ലെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ഉണ്ടാകും. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള പരീക്ഷകൾ നടത്തപ്പെടും, ഇത്തരത്തിലുള്ള ക്ലാസുകളും ഇതിലുണ്ടാകും. ഈ പരീക്ഷകളിലൂടെയാണ് നിങ്ങളുടെ ഏത് സബ്ജക്റ്റിലാണോ വീക്ക് എന്ന് കണ്ടെത്തുന്നതും അതിന് പരിഹാരം സോഡിയക് PSC അക്കാഡമി കണ്ടെത്തുന്നതും. ഓക്കെ അല്ലെ, ഏത് സബ്ജക്റ്റിൽ നിങ്ങൾ വീക്ക് ആണോ ആ സബ്ജക്റ്റ് നിങ്ങളെ പ്രത്യേകം ഞങ്ങൾ പഠിപ്പിച്ച് എടുക്കുന്നതായിരിക്കും. ഓക്കെ അല്ലെ, ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കറിയാം ഇതിന്റെ ഡ്യൂറിയേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറിയേഷൻ എന്ന് പറയുന്നത് LDC പരീക്ഷ വരെ ഈ കോഴ്സ് ഉണ്ടാകും. ഓക്കെ, ഇനി LDC പരീക്ഷ ഒരു വർഷം കടന്നുപോയാൽ മാത്രം എന്താണ് അതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 ഇയർ ആയിരിക്കും. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. ഒരു 6 മാസം കഴിയുമ്പോൾ എന്തായാലും LDC പരീക്ഷ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ, സോ എന്തായാലും LDC പരീക്ഷ വരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഉണ്ടാകുമെന്ന് അറിഞ്ഞിരിക്കുക. അതല്ലെങ്കിൽ 1 ഇയർ ഈ ഒരു കോഴ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലെ, ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 899 രൂപയ്ക്ക് മാത്രം ആണെന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഞാൻ പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇനി മറ്റു കാര്യങ്ങളുണ്ട്, അത് സർപ്രൈസ് ആണ്. അതിൽ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഓക്കെ, ഇനി ഓർത്തിരിക്കുക, വെറും 899 രൂപയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ക്ലാസ്സുകളുണ്ട്, റിവിഷൻ ടെസ്റ്റ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട് അല്ലെ, ഈ പ്രാക്ടീസ് എക്സാം ധാരാളമുണ്ട്, സബ്ജക്ട് വൈസ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വെറും 899 രൂപയ്ക്കാണ്. ഒറ്റ ടൈം, 1 ടൈം പേയ്മെന്റ് ആണ്. ഒരു തവണ ചെയ്താൽ മതി. ഇത് മന്ത്ലി ഫീസ് ഒന്നുമല്ല. പരീക്ഷ വരെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഈ 899 രൂപ മാത്രമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ, ഓക്കെ, ഇനി ചെറിയൊരു ഫീസിലാണ് പഠിപ്പിക്കുന്നതെങ്കിലും ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന മികച്ച അധ്യാപകർ തന്നെയാണ്. മികച്ച അധ്യാപകർ എന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റിൽ ഓക്കെ ആഴത്തിൽ അറിവുള്ള അധ്യാപകരായിരിക്കും ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരായിരിക്കും
ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഇനി നോട്ട്സുകൾ തയ്യാറാക്കുന്ന നമ്മുടെ റിസർച്ച് ടീമാണ്. നമുക്ക് വലിയൊരു റിസർച്ച് ടീമുണ്ട്. ആ റിസർച്ച് ടീമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി നോട്ടുകൾ തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ അല്ലെ? ഇനി അതിലൊരു സർപ്രൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ റിലീവ് ചെയ്യാം. അതായത് നമുക്കറിയാം LDC പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള സമയം നമ്മൾ പരമാവധി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു ഉന്നത റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ക്ലാസ് ടൈം നമ്മൾ ഈ പറയുന്ന 6 മുതൽ 8 വരെ ക്ലാസ് കണ്ട് പഠിക്കുന്നുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ മറ്റ് നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടാകും. പഠിക്കണം അല്ലെ? നമ്മുടെ കയ്യിൽ എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ LDC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. ഓക്കെ, എങ്കിൽ കൂടി നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടാകാം അല്ലെ? ആ കുറച്ച് സമയം നഷ്ടപ്പെടുന്നത് ഫോർ ചെറിയൊരു ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിലാണെങ്കിൽ, ഓക്കെ, 2 വീലറിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് പറയുന്നില്ല, ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ട്രെയിനിൽ പോകുന്ന ഒരാളാണെങ്കിൽ, ജോലി സ്ഥലത്തേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സമയം വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു അരമണിക്കൂർ യാത്ര ഉണ്ടാകും, ചിലപ്പോൾ 1 മണിക്കൂർ വരെ യാത്ര ഉണ്ടാകും. ആ ഒരു സമയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സോഡിയാക് PSC മ്യൂസിക് സ്റ്റേഷൻ എന്നൊരു സംവിധാനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഈ സോഡിയാക് PSC മ്യൂസിക് സ്റ്റേഷനിലൂടെ നമുക്കറിയാം ഈ സമയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്കാണ് യാത്രയെങ്കിൽ പാട്ട് കേട്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ആളോട് സംസാരിച്ചിരിക്കും അല്ലെ? അപ്പൊ ഈ ഒരു സോഡിയാക് PSC മ്യൂസിക് സ്റ്റേഷൻ വഴി ഓഡിയോ ക്ലാസ്സുകൾ, ഓക്കെ, വളരെ മനോഹരമായ രീതിയിൽ ഓഡിയോ ക്ലാസ്സുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഓഡിയോ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് യാത്ര ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം മാത്രമാണ് എടുത്തു പറഞ്ഞത്, ഇത് യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല, ഉറങ്ങാൻ കിടക്കുന്ന തൊട്ട് മുമ്പ് വരെ ഉണർന്നു വരുമ്പോൾ തന്നെ പാട്ട് കേൾക്കുന്നത് നമുക്ക് വേണേ വെച്ച് ഈ ഓഡിയോ ക്ലാസ്സുകൾ കേൾക്കാൻ സാധിക്കും. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു സമയം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറയുന്ന പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇത്തരത്തിലുള്ള അനേകം സർപ്രൈസുകളാണ് സോഡിയാക് PSC അക്കാഡമി ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. സോ ഇതിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉന്നത റാങ്ക് കരസ്ഥമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ പറയുന്ന രീതിയിൽ പറയുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഉറപ്പായിട്ട് ബാക്ക് ലിസ്റ്റിൽ ഉണ്ടാകും. ഓക്കെ അല്ലെ? ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത് ഡിസംബർ 15-നാണ് ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത്. അതിന് ടൈം ടേബിൾ കൂടി സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് നേരത്തെ നൽകുന്നതായിരിക്കും. ഓക്കെ, അതായത് സോഡിയാക് PSC അക്കാഡമി ഇവിടെ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരും. ആ ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും അധ്യാപകർ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ അല്ലെ? നമുക്ക് പറഞ്ഞു 15-ാം തീയതിയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. 15-ാം തീയതി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സോട് കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സോട് കൂടി 15-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. തൊട്ടടുത്ത ദിവസം 16-ാം തീയതി ആർട്സ് അല്ലെങ്കിൽ മലയാളം കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, 17-ാം തീയതി തന്നെ എക്സാം ഉണ്ടാകും. ഓക്കെ, 17 വരുന്ന സൺഡേ ആണ്. ഓക്കെ, ഈ 2 ക്ലാസ് കഴിഞ്ഞാൽ ഈ 2 ക്ലാസിന്റെ എക്സാം എന്തായാലും 17-ാം തീയതി ഉണ്ടാകും. ഓക്കെ അല്ലെ? സോ 17-ന് എക്സാം ഉണ്ടാകും, സൺഡേ ആണ്. 18-ാം തീയതി വരുന്നത് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ടൈം ടേബിൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഇംഗ്ലീഷ് ആണ്. ഓക്കെ, 19-ാം തീയതി എന്താണ്? കെമിസ്ട്രി. 20 ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ. നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സാധാരണ കുട്ടികൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെടാത്തൊരു ടോപ്പിക് കൂടിയാണ്, കാരണം പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് അല്ലെ? ഈ ഒരു മേഖലയിൽ നിന്ന് മാർക്ക് കണ്ടെത്താൻ ഇച്ചിരി കഷ്ടപ്പെടുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് കണ്ടെത്തിയെടുക്കാം. ഓക്കെ, 20-ാം തീയതിയാണ് ക്ലാസ് വരുന്നത്. 21-ന് എക്കണോമിക്സ്, 22-ന് ബയോളജിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്ലാസ്. ഓക്കെ അല്ലെ? ഇനി 23 ഇമ്പോർട്ടന്റ് ആക്ട്സ്. നമുക്കറിയാം ഒരുപാട് ആക്ട്സ് പഠിക്കാനുണ്ട്. LDC പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാകും. ഓക്കെ, അപ്പൊ തുടക്കത്തിൽ എന്തായാലും നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, RT ആക്ട്, ഇത്തരത്തിലുള്ള ആക്ടുകളായിരിക്കും തുടക്കത്തിൽ പഠിക്കാൻ പോകുന്നത്. കാരണം ഇത് എന്തായാലും ഉണ്ടാകും, ഉറപ്പിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ് ഇത് ഇത്തരത്തിലുള്ള ആക്ടുകളൊക്കെ. സോ ഇത് ഈ തരത്തിലുള്ള ആക്ടുകളൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ അല്ലെ? ഓക്കെ, ദെൻ 24-ാം തീയതി സൺഡേ ആണ്. അന്ന് നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകും. 25-ാം തീയതി മാത്രം നമ്മൾ ചെറിയൊരു ഹോളിഡേ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ അന്ന് ക്രിസ്മസ് ആണ്, അതുകൊണ്ട് 25 ഹോളിഡേ ആണ്. 26 IT ആൻഡ് സൈബർ ലോ. ഓക്കെ, IT ആൻഡ് സൈബർ ലോ കിടിലൻ ക്ലാസ്സുകളാണ്. സബ്ജക്ട് എക്സ്പേർട്സ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, IT ആൻഡ് സൈബർ ലോ ആണ് 26-ാം തീയതിയിലെ ക്ലാസ്. 27 ജോഗ്രഫി. ഓക്കെ അല്ലെ? ദെൻ 28 കറണ്ട് അഫയേഴ്സ്. 29 കേരള ഗവേണൻസ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ചോദിക്കുന്നുണ്ട് അല്ലെ? അതെന്തായാലും ഉണ്ടാകും. അതുമായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിരിക്കും ആദ്യം കൈകാര്യം ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ അല്ലെ കൂട്ടുകാരെ? ഇനി 30-ാം തീയതി വരുമ്പോഴത്തേക്കും എന്താണ്? മാത്സ് ആണ് 30-ാം തീയതി നിങ്ങൾക്ക് വരുന്നത്. സോ ഇത് ഞാൻ തരുന്നത് ഇത്തരത്തിൽ ഓൾറെഡി നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നതിന് ശേഷമാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് ഒരു മാസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് മുൻകൂട്ടി നൽകുന്നതായിരിക്കും. ഓക്കെ, ഡിസംബർ 30 വരെയുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് നൽകുന്നു. ഓക്കെ, നെക്സ്റ്റ് മന്തിലേക്ക് അടുക്കുമ്പോൾ അതിന് തൊട്ട് അടുത്ത വീക്കിൽ തന്നെ അടുത്ത മാസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ അല്ലെ? സോ നമുക്ക് ഇത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ആ ക്ലാസ്സിന് വേണ്ടി തയ്യാറായിരിക്കാനും സാധിക്കും. ഓക്കെ, സോ ഇത്തരത്തിൽ വെൽ പ്ലാൻഡ് ആയിട്ടാണ് സോഡിയാക് PSC അക്കാഡമി ഈ ഒരു LDC എക്സാമിനെ അല്ലെങ്കിൽ LDC ബാച്ചിലേക്ക് വരുന്നത്. സോ തീർച്ചയായും ഉറപ്പിച്ച് പറയാം, നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും
ഓക്കെ, നിങ്ങളുടെ ജില്ലയിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉന്നത റാങ്ക് നേടുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് ഉന്നത റാങ്ക് കരസ്ഥമാക്കിയേ പറ്റൂ. 2024 പരീക്ഷ കടന്നാൽ 2025 തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ജോലിയിൽ പ്രവേശിക്കണം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 50-നുള്ളിലെങ്കിലും നമ്മൾ എന്തിനും കടന്നിരിക്കണം. അത് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും. എങ്ങനെ? സോഡിയക് PSC അക്കാഡമി നൽകുന്ന ക്ലാസ്സുകളുടെയും നോട്ട്സുകളുടെയും പരീക്ഷകളിലൂടെയും മറ്റ് ഞാൻ പറഞ്ഞ ഈ സർപ്രൈസുകളിലൂടെയും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഓഡിയോ ക്ലാസ്സുകൾ, ഇത്തരത്തിലുള്ള ഫെസിലിറ്റികളിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും എത്തിപ്പെടാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുക? പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, അത്തരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ആ റാങ്ക് ലിസ്റ്റിൽ ഉന്നത റാങ്കിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതാണ് എന്തായാലും സോഡിയക് PSC അക്കാഡമിയുടെ LDC 2024ലേക്കുള്ള ബാച്ചിലേക്കുള്ള കോഴ്സ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സോഡിയക് PSC അക്കാഡമിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക. നമ്പർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. സോ ഈ നമ്പറിൽ ഓഫീസ് നമ്പർ വിളിച്ചാൽ മതി. കൂടുതൽ വിവരങ്ങൾ എന്തറിയണമെങ്കിലും അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.